ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് സോഡിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ ആയിരുന്നു. നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത് ഇനി അടുത്തത് സോഡിയത്തിൻ്റെ കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം. സോഡിയത്തിൻ്റെ കോമ്പൗണ്ടുകളിലത്തെ ഒന്നാമത്തെ കോമ്പൗണ്ട് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് NaCl, ഓക്കെ, റോക്ക് സാൾട്ട്. അപ്പോൾ NaCl ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സോഡിയം ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം ഏതിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്, സോഡിയം ക്ലോറൈഡിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. സോഡിയം ക്ലോറൈഡ് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ ആദ്യം സാധാരണ നമ്മൾ ഇത് സീ വാട്ടറിൽ നിന്ന് ഇവാപ്പറേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് സീ വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2.7 to 2.9% സോഡിയം ക്ലോറൈഡ് ആയിരിക്കും സീ വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ഈ സീ വാട്ടറിനെ നമ്മൾ ഇവാപ്പറേഷൻ നടത്തുന്നു. ഓക്കെ, ഇവാപ്പറേഷൻ നടത്തിയിട്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സോഡിയം ക്ലോറൈഡ് NaCl പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2.7 to 2.9%. അങ്ങനെ നമുക്ക് ക്രൂഡ് സോഡിയം ക്ലോറൈഡ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നു. ഓക്കെ, ക്രൂഡ് NaCl കിട്ടുന്നു. ഈ ക്രൂഡ് NaCl കിട്ടിക്കഴിഞ്ഞാലും ഇതിൽ പലതരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും സാധാരണ ഈ സോഡിയം ക്ലോറൈഡിൽ പ്രസൻ്റ് ആയിരിക്കുക? ഒന്ന്, Na2SO4 പ്രസൻ്റ് ആയിരിക്കാം, സോഡിയം സൾഫേറ്റ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ മെഗ്നീഷ്യം ക്ലോറൈഡ്, അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. പിന്നെ കാൽഷ്യം ക്ലോറൈഡ് CaCl2. ഓക്കെ, ഇത് രണ്ടും ഈ മൂന്നാണ് ഇതിൽ പ്രധാനമായിട്ട് കാണുന്ന ഇമ്പ്യൂരിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് സോഡിയം ക്ലോറൈഡ് പ്യുവറായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫിൽട്രേഷൻ പ്രോസസ്സ് നടത്തും. ഓക്കെ, ഫിൽട്രേഷൻ പ്രോസസ്സ് നടത്തിയിട്ട് അപ്പോൾ സോഡിയം ക്ലോറൈഡിനെ നമുക്ക് ഫിൽട്രേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, ഫിൽട്രേറ്റ് ചെയ്തിട്ടുള്ള സോഡിയം ക്ലോറൈഡ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഫിൽട്രേറ്റ് ചെയ്ത് കിട്ടിയ സോഡിയം ക്ലോറൈഡിൽ ഓക്കെ, ഇനി ഇതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഡ്രൈ ആയിട്ടുള്ള HCl ഗ്യാസ് ഞാൻ പാസ് ചെയ്യും. ഓക്കെ, ഇതിലേക്ക് ഞാൻ HCl ഗ്യാസ് പാസ് ചെയ്യും. അങ്ങനെ HCl ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവസാനം പ്യുവർ ആയിട്ടുള്ള NaCl സോഡിയം ക്ലോറൈഡ് കിട്ടും. ഓക്കെ, പ്യുവർ NaCl പ്യുവർ കിട്ടും. ഇത്രയും പ്രോസസ്സാണ് സോഡിയം ക്ലോറൈഡിൻ്റെ മാനുഫാക്ചറിംഗിൽ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്, ഇവാപ്പറേഷൻ സ്റ്റെപ്പുകളാണ്. ഇവിടെ നമ്മൾ നോക്കി വെക്കേണ്ട ചില പോയിന്റുകൾ എന്ന് പറയുന്നത് അതിൽ ഇമ്പ്യൂരിറ്റി ആയിട്ട് എന്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ അവസാനം ഫിൽട്രേറ്റിനെ ഡ്രൈ ആയിട്ടുള്ള HCl ഗ്യാസിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നു. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കി വെക്കാനുള്ള പോയിന്റ്. ഇതാണ് സോഡിയം ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്, NaClൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഇനി നോക്കൂ, ഈ NaClത്തെ സോഡിയം ക്ലോറൈഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് എങ്ങനെയാണ് നടത്തുക? ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ്. ഓക്കെ, സോഡിയം ക്ലോറൈഡിനെ നമ്മളതൊരു ക്ലോറൈഡ് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. ഓക്കെ, സോഡിയം ക്ലോറൈഡിൽ ക്ലോറൈഡ് ആണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ക്ലോറൈഡുകൾക്ക് നടത്തുന്ന ഒരു പ്രത്യേക ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ക്ലോറൈഡുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ടെസ്റ്റ് നടത്താറുള്ളത്. NaCl, സോഡിയം ക്ലോറൈഡ്, അതിലേക്ക് ഞാൻ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യും, AgNO3, സിൽവർ നൈട്രേറ്റ്. ഈ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്നത് AgCl, സിൽവർ ക്ലോറൈഡ് പ്ലസ് NaNO3 എന്നായിരിക്കും. സിൽവർ ക്ലോറൈഡ് പ്ലസ് NaNO3 ആയിരിക്കും. ഈ സിൽവർ ക്ലോറൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യുന്നത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യുന്നത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുക. ഈ ഫോം ചെയ്യുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇറ്റ് ഈസ് സോലുബിൾ ഇൻ അമോണിയ ഹൈഡ്രോക്സൈഡ്. എക്വസ് അമോണിയയിൽ NH4OH അമോണിയ ഹൈഡ്രോക്സൈഡിൽ ഇത് സോലുബിൾ ആണെങ്കിൽ എനിക്കത് കൺഫേം ചെയ്യാം അത് ക്ലോറിൻ ആണെന്ന്. ഓക്കെ, ക്ലോറൈഡ് ആണ് എന്ന് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് അത് അമോണിയ ഹൈഡ്രോക്സൈഡിൽ സോലുബിൾ ആവുകയാണെങ്കിൽ ഫോം ചെയ്യുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇഫ് സോലുബിൾ ഇൻ NH4OH ദെൻ ഇറ്റ് ഈസ് ക്ലോറൈഡ്. ഓക്കെ, ക്ലോറൈഡ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഒരു ക്ലോറൈഡിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റാണ് ഈ ടെസ്റ്റാണ് നമ്മൾ NaClൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു ടെസ്റ്റ് ഉണ്ട് സാധാരണ ചെയ്യാറുള്ള, നമ്മൾ ക്രോമൈൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ക്രോമൈൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്ന ടെസ്റ്റ്. എങ്ങനെയായി ക്രോമൈൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്ന ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നിങ്ങൾ സോഡിയം ക്ലോറൈഡ് NaCl, ഓക്കെ, സോഡിയം ക്ലോറൈഡ് എടുത്തിട്ട് ഇതിലേക്ക് നിങ്ങൾ ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആഡ് ചെയ്യുക, K2Cr2O7 പ്ലസ് H2SO4 5H2SO4 സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു.
ഓക്കെ NaCl പ്ലസ് K2Cr2O7 പ്ലസ് 5H2SO4 ഗീവ്സ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പൗണ്ട് 4NaHSO4 ഓക്കെ സോഡിയം ബൈസൾഫേറ്റ് ഫോം ചെയ്യും പ്ലസ് പൊട്ടാസ്യം ബൈസൾഫേറ്റ് K2SO4 പൊട്ടാസ്യം ബൈസൾഫേറ്റ് പ്ലസ് 2CrO2Cl2 ഓക്കെ CrO2Cl2 പ്ലസ് 3H2O ഓക്കെ CrO2Cl2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രോമൈൽ ക്ലോറൈഡ് എന്നാണ് വിളിക്കുക ഓക്കെ CrO2Cl2 എന്ന് പറയുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് ക്രോമൈൽ ക്ലോറൈഡ് എന്നാണ് വിളിക്കുക ക്രോമൈൽ ക്ലോറൈഡ് ഈ ക്രോമൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഓറഞ്ച് കളറാണ് ഓക്കെ ഓറഞ്ച് റെഡ് കളർ എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് ഓക്കെ ഓറഞ്ച് റെഡ് കളറാണ് ഫോം ചെയ്യുക അങ്ങനെ നമുക്ക് സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു ടെസ്റ്റായിട്ട് നടത്താറുണ്ട് സോഡിയം ക്ലോറൈഡിലേക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റും അതേപോലെ H2SO4 ആഡ് ചെയ്യുമ്പോൾ ക്രോമൈൽ ക്ലോറൈഡ് ഫോം ചെയ്യും അത് ഓറഞ്ച് റെഡ് കളറായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റും കൂടി നമുക്ക് നടത്താറുണ്ട് സാധാരണ ഓക്കെ ഇതാണ് നമുക്ക് സോഡിയം ക്ലോറൈഡിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് സാധാരണ റോക്ക് സാൾട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ സോഡിയം ക്ലോറൈഡ് അറിയപ്പെടുന്നത് റോക്ക് സാൾട്ട് എന്നാണ് ഇത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡൊമസ്റ്റിക് പർപ്പസുകൾക്ക് തന്നെയാണ് ഓക്കെ നമ്മുടെ വീട്ടിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഡൊമസ്റ്റിക് പർപ്പസുകൾക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് സോഡിയം ക്ലോറൈഡിനെ കുറിച്ച് ഇത്രയും പോയിന്റുകൾ പറയാനുള്ളത് ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH സോഡിയം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന മറ്റൊരു പേര് കോസ്റ്റിക് സോഡ എന്നാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ഈസ് നോൺ ആസ് കോസ്റ്റിക് സോഡ ഈ കോസ്റ്റിക് സോഡയുടെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അവൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് ഓക്കെ പ്രിപ്പറേഷൻ മെത്തേഡിന് അറിയപ്പെടുന്ന പേര് നെൽസൺ സെൽ മെത്തേഡ് ഓക്കെ നെൽസൺ സെൽ ഓർ ഡയഫ്രം സെൽ ഓക്കെ അല്ലെങ്കിൽ നെൽസൺ സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെല്ലുണ്ട് ഓക്കെ ഡയഫ്രം സെൽ ഓർ നെൽസൺ സെൽ എന്ന് പറഞ്ഞിട്ടുള്ള സെൽ ഉപയോഗിച്ചിട്ടാണ് പ്രോസസ്സ് നടത്തുന്നത് ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സോഡിയം ക്ലോറൈഡിൻ്റെ എക്വസ് സൊല്യൂഷൻ എടുക്കും ദാറ്റ് ഈസ് ബ്രൈൻ സൊല്യൂഷൻ സോഡിയം ക്ലോറൈഡിൻ്റെ എക്വസ് സൊല്യൂഷൻ എടുത്ത് ബ്രൈൻ സൊല്യൂഷൻ എടുത്തിട്ട് അവന് നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തുകയാണ് അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന സെല്ലിനെ വിളിക്കുന്ന പേരാണ് നെൽസൺ സെൽ ഓക്കെ ഈ സെല്ല് സാധാരണ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് അതായത് ഞാനിവിടെ സോഡിയം ക്ലോറൈഡ് എടുത്തു ഓക്കെ NaClയുടെ എക്വസ് സൊല്യൂഷൻ NaClയുടെ എക്വസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള അയോണുകൾ ഒന്ന് Na+ അയോൺ 2 Cl- അയോൺ 3 H+ അയോൺ 4 OH- അയോൺ ഈ 4 അയോണുകളായിരിക്കും ഏതിൽ പ്രസൻ്റ് ആയിരിക്കുക NaClയുടെ എക്വസ് സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ആനോഡും ഒരു കാഥോഡും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ രണ്ടും ഗ്രാഫൈറ്റ് റോഡുകളായിരിക്കാം എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മളതിനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചു ഓക്കെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചു ഈ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുള്ള ഇതിനോടാണ് സോ ഇതായിരിക്കും ഇവിടെ ആനോഡ് ഈ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുള്ള ഇവനായിരിക്കും ഇവിടെ കാഥോഡ് ഓക്കെ ഇതായിരിക്കും ആനോഡും കാഥോഡ് വരുന്നത് ഇനി ആനോഡിലും കാഥോഡിലും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ നടക്കണം ആനോഡിൽ വെച്ച് എന്ത് റിയാക്ഷൻ നടക്കും ആനോഡിൽ വെച്ച് ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കും സോ നമുക്ക് ആനോഡിലത്തെ ഓക്സിഡേഷൻ റിയാക്ഷൻ ഒന്ന് നോക്കി നോക്കാം ആനോഡിൽ വെച്ച് ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നു നോക്കൂ ആനോഡിൻ്റെ ചാർജ് എന്താ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ് അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് വരുന്നത് നെഗറ്റീവ് ചാർജുള്ള അയോണുകളായിരിക്കണം ഓക്കെ അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള അയോൺ എന്ന് പറയുമ്പോൾ ഇതിൽ ആർക്ക് വരാം ഒന്നുകിൽ ഇവിടെ Cl- വരാം ഓക്കെ അല്ലെങ്കിൽ ഇവിടെ OH- വരാം ഓക്കെ അപ്പോൾ ഇവിടെ ആനോഡിലേക്ക് എത്തുന്ന അയോൺ എന്ന് പറയുന്നത് Cl- അയോൺ ആയിരിക്കും ഓക്കെ ആനോഡിലേക്ക് എത്തുന്ന അയോൺ Cl- അയോൺ ആവും അപ്പോൾ ഈ Cl- അയോൺ ആനോഡിൽ വെച്ചിട്ട് ഓക്സിഡേഷൻ നടക്കും 2Cl- ഗീവ്സ് Cl2 + 2 ഇലക്ട്രോൺ എന്ന റിയാക്ഷൻ വന്നു ഇതാണ് ആനോഡിൽ വെച്ച് നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ ഇനി കാഥോഡിൽ എന്ത് റിയാക്ഷൻ ആയിരിക്കും നടക്കുക റിഡക്ഷൻ റിയാക്ഷൻ ആയിരിക്കും കാഥോഡിൽ നടക്കുന്നത് ഓക്കെ കാഥോഡ് നെഗറ്റീവ്ലി ചാർജാണ് നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള കാഥോഡിൽ വെച്ച് നടക്കുന്നത് റിഡക്ഷൻ റിയാക്ഷൻ ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ കാഥോഡിലേക്ക് വരുന്ന അയോൺ ഏതായിരിക്കും കാഥോഡിലേക്ക് ഇവിടെ വരാനായിട്ട് ചാൻസുള്ള അയോണുകൾ 2 അയോണുകളാണ് ഒന്നുകിൽ Na+ അയോണുകൾ അല്ലെങ്കിൽ H+ അയോൺസ്
കാരണം കാഥോഡ് നെഗറ്റീവ്ലി ചാർജ്ഡാണ്. നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് വരുന്നത് ഒന്നുകിൽ Na+ അയോൺ ആയിരിക്കും, അല്ലെങ്കിൽ H+ അയോൺ ആയിരിക്കും. ഓക്കെ, കാഥോഡിൽ വെച്ച് റിഡക്ഷൻ ആണ് നടക്കുക. ഈ റിഡക്ഷൻ നടക്കാൻ കൂടുതൽ ടെൻഡൻസി ഉള്ളത് H+ അയോണുകൾക്കാണ്. Na+നേക്കാൾ കൂടുതൽ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? H+ അയോണുകളായിരിക്കും. സോ അവിടേക്ക് വരുന്നത് H+ അയോണുകളായിരിക്കും. അപ്പോൾ ഇവിടെ വെച്ച് റിഡക്ഷൻ നടക്കും. H+ പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് ഹാഫ് H2 എന്ന റിയാക്ഷൻ നടന്നു. ഓക്കെ, ഇങ്ങനെ റിഡക്ഷൻ നടന്നിട്ട് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ആനോഡിൽ നിന്ന് ഫോം ചെയ്യുന്നത് ക്ലോറിൻ ഗ്യാസും അതേപോലെ തന്നെ കാഥോഡിൽ നിന്ന് ഫോം ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസുമാണ്. കാഥോഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഈ സൊല്യൂഷനിൽ ആര് മാത്രമേ ബാക്കിയുള്ളൂ? സൊല്യൂഷനിൽ ഇവിടെ Na+ അയോണുകളും OH- അയോണും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സൊല്യൂഷനിൽ ബാക്കി കിടക്കുന്നത് Na+ അയോണും NaOH-ഉം. ഓക്കെ, Na+ അയോണും OH- ദാറ്റ് ഈസ് NaOH. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ റിയാക്ഷൻ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടുന്ന സൊല്യൂഷൻ എടുത്തിട്ട് അതിനൊന്ന് നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യിപ്പിക്കുക. ഇവാപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്നത് എക്വസ് സൊല്യൂഷനാണ്. അപ്പോൾ അതിൽ വാട്ടർ വല്ലതും ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ ആ വാട്ടറിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇവാപ്പറേഷൻ നടത്തുക. ഇവാപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ അതിലത്തെ വാട്ടർ മോളിക്കൂളും പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? NaOH-ന്റെ പെല്ലറ്റ്സ് മാത്രമായിട്ട് നമുക്ക് അവിടെ കിട്ടും. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഫ്രം സെൽ മെത്തേഡ് അല്ലെങ്കിൽ നെൽസൺ സെൽ മെത്തേഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇതാണ് കോസ്റ്റിക് സോഡയുടെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ NaOH-ന്റെ ഒന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഇനി നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡിലേക്ക് വരാം. ഈ നടത്തിയിരിക്കുന്ന ഈ സെല്ലിൻ്റെ ഈ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് രണ്ടാമത്തെ മെത്തേഡ് നടത്താൻ പോവുക. ഓക്കെ, നോക്കിക്കോളൂ. വീണ്ടും NaOH കോസ്റ്റിക് സോഡ. ഓക്കെ, കോസ്റ്റിക് സോഡയുടെ രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡാണ്. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്ന സെല്ലിൻ്റെ പേര് വ്യത്യാസമുണ്ട്. ഞാനിവിടെ എടുക്കുന്ന സെല്ല് കാസ്റ്റ്നർ കെൽനർ സെൽ എന്നാണ് വിളിക്കുക. കാസ്റ്റ്നർ കെൽനർ സെൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഈ കാസ്റ്റ്നർ കെൽനർ സെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ ഇതേപോലെ തന്നെ NaCl സോഡിയം ക്ലോറൈഡിൻ്റെ എക്വസ് സൊല്യൂഷൻ എടുത്തു. ഓക്കെ, എക്വസ് സൊല്യൂഷൻ എടുത്തു. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ രണ്ട് സ്ഥലത്തും വ്യത്യാസമില്ല. NaClയുടെ എക്വസ് സൊല്യൂഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം അതിലേക്ക് 2 ഇലക്ട്രോഡുകൾ ഡിപ്പ് ചെയ്ത് വെച്ചു, ഒരു ആനോഡ് വെച്ചു, ദെൻ ഒരു കാഥോഡ് വെച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്രാഫൈറ്റ് റോഡിന് പകരം ഞാൻ എടുക്കുന്നത് മെർക്കുറി റോഡായിരിക്കും കാഥോഡായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കാഥോഡായിട്ട് എടുക്കുന്നത് മെർക്കുറി റോഡായിരിക്കും. ദെൻ ആനോഡായിട്ട് എടുക്കുന്നത് നിങ്ങൾ പഴയ പോലെ തന്നെ ഗ്രാഫൈറ്റ് റോഡ് തന്നെയാണ് ആനോഡായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫൈറ്റ് റോഡ് ആനോഡായിട്ടും അതേപോലെ മെർക്കുറി റോഡ് കാഥോഡായിട്ടും എടുത്തു. ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു സെല്ല് കണക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഈ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുള്ള ഇത് പോസിറ്റീവ് ആനോഡ്, ഇത് നെഗറ്റീവ് കാഥോഡ്. ഓക്കെ, ഇനി ഇവിടെ റിയാക്ഷൻ നടക്കണം. വീണ്ടും പഴയ പോലെ തന്നെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇവിടെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ അയോണുകളുണ്ട്? Na+ അയോണുകളുണ്ട്. ഓക്കെ, Cl- അയോണുകളുണ്ട്, H+ അയോണുകളുണ്ട്, OH- അയോണുകളുണ്ട്. ഓക്കെ, ഇങ്ങനെ 4 അയോണുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലത്തെ ആദ്യത്തെ റിയാക്ഷൻ നോക്കുകയാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് എന്ന് നമുക്കറിയാം. ആനോഡിൽ നടക്കുക ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് വരുന്നത് ഇവിടെ നെഗറ്റീവായിട്ടുള്ള അയോൺ ആയിരിക്കും. നെഗറ്റീവായിട്ടുള്ള അയോൺ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ Cl- അയോൺ ആയിരിക്കും, അല്ലെങ്കിൽ OH- അയോൺ ആയിരിക്കും വരുന്നത്. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആനോഡിലേക്ക് വരുന്ന അയോൺ എന്ന് പറയുന്നത് ഏത് തന്നെയായിരിക്കും? Cl- അയോൺ തന്നെയായിരിക്കും. അപ്പോൾ Cl- അയോൺസ് ഇവിടെ വരികയാണെങ്കിൽ 2Cl- ഗീവ്സ് Cl2 2 ഇലക്ട്രോൺ എന്ന റിയാക്ഷൻ വന്നു. ഓക്കെ, അപ്പോൾ ആനോഡിൽ നിന്ന് അവിടെ ഇലക്ട്രോൺസ് റിലീസ് ചെയ്തു, ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നു. അപ്പോൾ ആനോഡിൽ നിന്ന് ഇവിടെ റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ക്ലോറിൻ ഗ്യാസ് തന്നെയാണ് ആനോഡിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ആനോഡിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് ക്ലോറിൻ ഗ്യാസ് തന്നെയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണ് കാഥോഡിലേക്ക് വരുന്ന ആരാണ്. കാഥോഡിലേക്ക് വരുന്ന ആൾക്കാർ നോക്കുമ്പോൾ ഇവിടെ 2 അയോണുകളുണ്ട്, Na+ അയോണുകളുണ്ട്, H+ അയോണുകളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു H+ അയോണുകളാണ് കാഥോഡിലേക്ക് വന്നത്. എന്തുകൊണ്ടാണ്? H+ അയോൺസിനാണ് Na+നേക്കാൾ റെഡ്യൂസ് ചെയ്യാൻ ടെൻഡൻസി കൂടുതൽ. Na+നെ വെച്ച് നോക്കുമ്പോൾ H+ അയോണുകളാണ് കൂടുതൽ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. സോ H+ അയോൺസ് ആയിരുന്നു എവിടേക്ക് വന്നത്? കാഥോഡിലേക്ക് വന്നത്. എന്നാൽ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ കാഥോഡായിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ മെർക്കുറി റോഡാണ് കാഥോഡായിട്ട് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ആ മെർക്കുറിയോട് കൂടുതൽ എഫിനിറ്റി കാണിക്കുന്നത് Na+ അയോണുകളാണ്. ഓക്കെ, മെർക്കുറിയോട് കൂടുതൽ എഫിനിറ്റി കാണിക്കുന്നത് ആരാ? Na+ അയോണുകളാണ്. അപ്പോൾ അതുകൊണ്ട് കാഥോഡിലേക്ക് വരുന്നത് ഇവിടെ Na+ അയോണുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാഥോഡിൽ അവിടെ റിഡക്ഷൻ റിയാക്ഷൻ നടക്കും. റിഡക്ഷൻ നടത്താൻ വേണ്ടി അവിടേക്ക് എത്തിച്ചേരുന്നത് Na+ അയോണുകളായിരിക്കും. അപ്പോൾ Na+ അയോണുകൾ അവിടെ വെച്ച് റെഡ്യൂസ് ചെയ്യുന്നു. Na+ + 1 ഇലക്ട്രോൺ ഗീവ്സ് NaHg. ഓക്കെ, Hg എന്ന് എഴുതാൻ കാരണം ഇത് മുഴുവൻ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഏതിലേക്കാണ്? മെർക്കുറിയിലേക്കാണ് ഇവൻ മുഴുവൻ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ വരുന്ന സോഡിയം മുഴുവൻ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ മെർക്കുറി റോഡ് ഉണ്ടല്ലോ, ഈ മെർക്കുറി റോഡിലേക്കാണ് സോഡിയം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ Na⁻Hg. ഓക്കെ, അല്ലെങ്കിൽ സോഡിയം മെർക്കുറി അമാൽഗം എന്ന് വിളിക്കുന്നു. ഓക്കെ, അങ്ങനെ സോഡിയം മെർക്കുറി ഫോം ചെയ്യാണ്. ഓക്കെ, ആ ഫോം ചെയ്യുന്ന സോഡിയം മെർക്കുറിയിലേക്ക് NaHg സോഡിയം മെർക്കുറി പ്ലസ് H2O, ഇതിലേക്ക് ഞാൻ വാട്ടർ ആഡ് ചെയ്യാം. 2NaHg പ്ലസ് 2H2O ഗീവ്സ് 2NaOH പ്ലസ് H2 പ്ലസ് 2Hg എന്ന റിയാക്ഷൻ വരും. അങ്ങനെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ കാസ്റ്റ്നർ കെല്ലർ സെല്ലിൽ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവിടെ ഫോം ചെയ്തു. ഫോം ചെയ്യുന്ന സമയത്ത് ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കാഥോഡായിട്ട് എടുത്തത് മെർക്കുറി റോഡാണ്. സോഡിയത്തിന് കൂടുതൽ അഫിനിറ്റി മെർക്കുറിയോട് കൂടി കാണിക്കുന്ന കാരണം സോഡിയം മെർക്കുറി കൂടി ചേർന്നിട്ട് ഒരു അലോയ് പോലെ ഫോം ചെയ്തു. സോഡിയം മെർക്കുറി അമാൽഗം ഫോം ചെയ്തു. ആ ഫോം ചെയ്യുന്ന അമാൽഗത്തിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു. അങ്ങനെ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്തു? NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് മെർക്കുറി എന്ന് ഫോം ചെയ്തു. ഓക്കെ, ഈ മെത്തേഡിൽ നമ്മൾ ഉപയോഗിച്ച ഈ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് കാസ്റ്റ്നർ കെല്ലർ സെല്ല് എന്നുള്ള പേരിലാണ് ഈ സെല്ല് അറിയപ്പെടുക. ഓക്കെ, കാസ്റ്റ്നർ കെല്ലർ സെല്ല്. ഓക്കെ, കാസ്റ്റ്നർ കെല്ലർ സെല്ല് ഉപയോഗിച്ചാണ് ഈ പ്രോസസ്സ് നടത്തുന്നത്. ഇത്രയും ആയപ്പോൾ നമ്മുടെ ഏതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു? NaOHൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് കഴിഞ്ഞു, കോസ്റ്റിക് സോഡയുടെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കോസ്റ്റിക് സോഡയുടെ ചില റിയാക്ഷൻസ് ആണ്. ഓക്കെ, NaOH എന്തൊക്കെ റിയാക്ഷൻസിലാണ് സാധാരണ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം സോഡിയം ഹൈഡ്രോക്സൈഡിന് ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. അവർ മെറ്റൽസുമായിട്ടും അതേപോലെ തന്നെ നോൺ മെറ്റൽസ് ആയിട്ടൊക്കെ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? സോഡിയം ഹൈഡ്രോക്സൈഡിനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം റിയാക്ഷൻസ് ഓഫ് NaOH. ഓക്കെ, റിയാക്ഷൻസ് ഓഫ് NaOH. റിയാക്ഷൻസ് ഓഫ് NaOH. ഓക്കെ, NaOHൻ്റെ റിയാക്ഷൻസിലത്തെ ഒന്നാമത്തെ റിയാക്ഷനായിട്ട് നോക്കുന്നത് ഫസ്റ്റ് വൺ, NaOH സിലിക്ക പോലെയുള്ള ഓക്സൈഡുകളുമായിട്ട് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. SiO2 പോലെയുള്ള ഓക്സൈഡുകളുമായിട്ട് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. NaOH എന്ന് പറയുന്നത് ബേസാണ്, SiO2 എന്ന് പറയുന്നത് അസിഡിക്കാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി റിയാക്ട് ചെയ്ത് ഇവരൊരു സോൾട്ട് ഫോം ചെയ്യും. Na2SiO3 സോഡിയം സിലിക്കേറ്റ് Na2SiO3 പ്ലസ് H2O. Na2SiO3 പ്ലസ് H2O ഇങ്ങനെയായിരിക്കും റിയാക്ഷൻ വരിക. ഇതേപോലെ തന്നെ NaOH Al2O3 അലുമിനിയമായിട്ട് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. Al2O3 ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് 2NaAlO2. ഓക്കെ, NaAlO2 എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്ന പേര് സോഡിയം മെറ്റാ അലുമിനേറ്റ് എന്നാണ്. ഓക്കെ, സോഡിയം മെറ്റാ അലുമിനേറ്റ്. ഓക്കെ, സോഡിയം മെറ്റാ അലുമിനേറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഇനി അടുത്ത റിയാക്ഷൻ നോക്കാം. NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് നോൺ മെറ്റൽസുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? സാധാരണ നോൺ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ നോക്കുമ്പോൾ ഇവർ ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ പോലെയുള്ള നോൺ മെറ്റൽസുമായിട്ട് റിയാക്ഷൻ ഒന്നും തന്നെ നടത്തുന്നില്ല. ഓക്കെ, ആരൊക്കെയായിട്ടാ? ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ. ഓക്കെ, ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ പോലെയുള്ള എലമെൻറ്റുകളുമായിട്ട് ഇവർക്ക് റിയാക്ഷൻസ് ഒന്നും വരുന്നില്ല. ദെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ബോറോണുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ബോറോണുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന അവരുടെ ബോറൈറ്റ് ആയിരിക്കും സോഡിയം ബോറൈറ്റ് Na2BO3. ഓക്കെ, സോഡിയം ബോറൈറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ സിലിക്കണുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. സിലിക്കണുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ സിലിക്കേറ്റ് ആയിരിക്കും ഫോം ചെയ്യുക. Na2SiO3 എന്നായിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോസ്ഫറസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഫോസ്ഫറസ് രണ്ട് തരത്തിലുള്ള ഫോസ്ഫറസ് ഉണ്ട്, വൈറ്റ് ഫോസ്ഫറസും ഉണ്ട്, റെഡ് ഫോസ്ഫറസും ഉണ്ട്. ഇവിടെ നമ്മൾ എഴുതുന്ന റിയാക്ഷൻ വൈറ്റ് ഫോസ്ഫറസുമായിട്ടുള്ള റിയാക്ഷനാണ്.
സോഡിയം ഹൈഡ്രോക്സൈഡ് വൈറ്റ് ഫോസ്ഫറസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് NaH2PO2 പ്ലസ് PH3 എന്നായിരിക്കും. ഓക്കെ, NaH2PO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഡിയം ഹൈപ്പോഫോസ്ഫേറ്റ് എന്നാണ്. ഓക്കെ, NaH2PO2 ഈസ് കോൾഡ് സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ്. സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ് എന്നാണ് വിളിക്കുക. പ്ലസ് PH3 ഫോം ചെയ്തു. ഈ PH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ ഫോസ്ഫൈൻ എന്നായിരിക്കും വിളിക്കുക, ഫോസ്ഫൈൻ. ഓക്കെ, അപ്പോൾ NaOHൻ്റെ റിയാക്ഷൻസ് ആണ് കാണുന്നത്. NaOHൻ്റെ റിയാക്ഷൻസിൽ നമ്മൾ ആദ്യം ഇവിടെ നോക്കുക, ഇവിടെ SiO2 പോലെയുള്ള ഓക്സൈഡ്സുമായിട്ട് റിയാക്ട് ചെയ്തു. പിന്നെ ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ പോലെയുള്ള നോൺ മെറ്റൽസുമായിട്ട് ഇവർ റിയാക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ബോറോൺ സിലിക്കൺ ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, ബോറോണായിട്ട് റിയാക്ട് ചെയ്താൽ സോഡിയം ബൊറൈറ്റ്. ദെൻ അതേപോലെ സിലിക്കണുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഡിയം സിലിക്കേറ്റും ഫോം ചെയ്യും, സോഡിയം ബൊറൈറ്റ്. ഓക്കെ, സോഡിയം ബൊറൈറ്റ്, സോഡിയം സിലിക്കേറ്റ്. ദെൻ ഫോസ്ഫറസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് NaH2PO2, സോഡിയം ഹൈപ്പോഫോസ്ഫേറ്റ്, അതേപോലെ ഫോസ്ഫൈൻ. ഇനി അടുത്തൊരു റിയാക്ഷൻ നോക്കാനുള്ളത്, സോഡിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് ഹാലോജൻസുമായിട്ട് റിയാക്ട് ചെയ്യുക? NaOH പ്ലസ് X2 ഹാലോജൻസുമായിട്ട് റിയാക്ട് ചെയ്യാന്ന് വിചാരിക്കുക. സാധാരണ ഹാലോജൻസ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ആണ്. ഓക്കെ, ഫ്ലൂറിൻ കൺസിഡർ ചെയ്യുന്നില്ല. ക്ലോറിൻ, ബ്രോമിൻ, അയോഡിനുമായിട്ട് റിയാക്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഈ റിയാക്ഷൻ രണ്ട് രീതികളിൽ വരാം. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എടുക്കുന്ന NaOH എന്ന് പറയുന്നത് കോൾഡ് ആയിട്ടുള്ള ഡൈല്യൂട്ട് ആയിട്ടുള്ള NaOH ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് NaOH ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് NaX. ഓക്കെ, സോഡിയം ഹാലൈഡ് ഫോം ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ പ്ലസ് NaOXും ഫോം ചെയ്യും, സോഡിയം ഹൈപ്പോ ഹാലൈറ്റും. ഇങ്ങനെ രണ്ട് കോമ്പൗണ്ട് ആയിരിക്കും, സോഡിയം ഹാലൈറ്റും സോഡിയം ഹൈപ്പോ. NaOX എന്ന് പറയുമ്പോൾ ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരെന്താ? സോഡിയം ഹൈപ്പോ ഹാലൈറ്റ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ ക്ലോറിനാണ് വരുന്നതെങ്കിൽ സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ് വരും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുന്നത്, രണ്ടാമത്തെ കണ്ടീഷനിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുന്നത് ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തപ്പോൾ ഇങ്ങനെയാണ് റിയാക്ഷൻ വന്നത്. ഇനി ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് NaOH ആണ് എടുക്കുന്നതെങ്കിൽ ഇവ രണ്ടും കൂടി റിയാക്ട് ചെയ്ത് അവിടെ ഫോം ചെയ്യുന്നത് NaX പ്ലസ് NaOX3 എന്നായിരിക്കും. ഓക്കെ, NaOX3 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഒരു എക്സാമ്പിൾ ഇപ്പോൾ എഴുതുകയാണെങ്കിൽ NaOCl. ഓക്കെ, NaOX3 അല്ല, NaClO3. ഓക്കെ, NaClO3 പോലെയുള്ള കോമ്പൗണ്ട്. ഓക്കെ, NaClO3, അതായത് നമുക്ക് കോമൺ ആയിട്ട് എഴുതുമ്പോൾ എഴുതാം NaXO3 എന്ന് എഴുതാം, NaXO3. ഓക്കെ, NaXO3 പോലെയുള്ള കോമ്പൗണ്ട് ആയിരിക്കും ഫോം ചെയ്യുക. ഈ കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്ന പേര് സോഡിയം ക്ലോറൈറ്റ് എന്നാണ് വിളിക്കുക, സോഡിയം ക്ലോറൈറ്റ്. ഓക്കെ, സോഡിയം ക്ലോറൈറ്റ് പോലെയുള്ള കോമ്പൗണ്ട് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷനുകളാണ് വരുന്നത്. ഒന്ന് കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് NaOHും, രണ്ട് ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് NaOHും. ഇങ്ങനെ രണ്ട് റിയാക്ഷൻ കണ്ടീഷൻസ്. ഇതൊക്കെയാണ് നമ്മുടെ NaOHൻ്റെ ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻസ് വരുന്നത്. ഓക്കെ, NaOHൻ്റെ ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻസ്. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാം. NaOHൻ്റെ യൂസസ് ഓഫ് NaOH. സോഡിയം ഹൈഡ്രോക്സൈഡ് സാധാരണ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒന്ന്, ലബോറട്ടറി യൂസ്. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് നമുക്ക് പറയാം സോപ്പ് മാനുഫാക്ചറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ദെൻ മൂന്നാമതായിട്ട് നമുക്ക് പറയാവുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില യൂസസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടെണ്ണമാണ് നോക്കിയേ. ഒന്ന് സോഡിയം ക്ലോറൈഡ് NaCl, രണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, രണ്ട് കോമ്പൗണ്ടുകൾ നോക്കി. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സോഡിയം കാർബണേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സോഡിയം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ്. Na2CO3 സോഡിയം കാർബണേറ്റ്.
സോഡിയം കാർബണേറ്റ് Na2CO3 നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് വാഷിംഗ് സോഡ എന്നാണ്. ഓക്കെ, സോഡിയം കാർബണേറ്റിനെ വിളിക്കുന്ന പേരാണ് വാഷിംഗ് സോഡ. ഈ വാഷിംഗ് സോഡയുടെ പ്രിപ്പറേഷൻ മെത്തേഡ് ഇവിടെ അറിയപ്പെടുന്ന പേര് സോൾവേ പ്രോസസ്സ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, സോൾവേ പ്രോസസ്സ്, അല്ലെങ്കിൽ ഇവനെ നമ്മൾ വേറൊരു പേരിലും കൂടി വിളിക്കും അമോണിയ സോഡ പ്രോസസ്സ്. സോൾവേ പ്രോസസ്സ് അല്ലെങ്കിൽ അമോണിയ സോഡ പ്രോസസ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടും. ഓക്കെ, സോൾവേ പ്രോസസ്സ് ഓർ അമോണിയ സോഡ പ്രോസസ്സ്. ഓക്കെ, എന്താണ് ഈ സോൾവേ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ അമോണിയ സോഡ പ്രോസസ്സ് ചെയ്യുന്നത്? അതിലാദ്യം നമ്മൾ ഇവിടെ NH3 എടുത്തു പ്ലസ് H2O പ്ലസ് CO2, അതായത് അമോണിയയുടെ എക്വ സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് NH4 ട്വൈസ് CO3 എന്നായിരിക്കും, അമോണിയം കാർബണേറ്റ്. ഓക്കെ, അമോണിയം കാർബണേറ്റ് ഫോം ചെയ്യും. ഈ ഫോം ചെയ്യുന്ന അമോണിയം കാർബണേറ്റിലേക്ക് NH4 ട്വൈസ് CO3യിലേക്ക് അതിൻ്റെ സൊല്യൂഷൻ എടുത്ത് വീണ്ടും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്നത് അമോണിയം ബൈകാർബണേറ്റ് ആയിരിക്കും, NH4HCO3, അമോണിയം ബൈകാർബണേറ്റ്. ഇങ്ങനെ അമോണിയം ബൈകാർബണേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് NH4HCO3യിലേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുക. സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടന്ന് ഇവിടെ നിന്ന് NaHCO3 ഫോം ചെയ്യുന്നു, സോഡിയം ബൈകാർബണേറ്റ്. NaHCO3 സോഡിയം ബൈകാർബണേറ്റും പ്ലസ് NH4Cl ഫോം ചെയ്യും, NH4Cl. പിന്നീട് ഈ സോഡിയം ബൈകാർബണേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? സോഡിയം കാർബണേറ്റ് ആയിട്ട് മാറും. ഓക്കെ, Na2CO3 എന്നായി മാറും, സോഡിയം കാർബണേറ്റ്. ഇങ്ങനെയാണ് സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ സോഡിയം കാർബണേറ്റിൻ്റെ പ്രത്യേകത, സോഡിയം കാർബണേറ്റ് എപ്പോഴും ഡെക്കാഹൈഡ്രേറ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. Na2CO3.10H2O എന്നായിരിക്കും ഫോം ചെയ്യുന്നത്, Na2CO3.10H2O. അപ്പോൾ എപ്പോഴും സോഡിയം കാർബണേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ഡെക്കാഹൈഡ്രേറ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഈ റിയാക്ഷൻ്റെ കണ്ടീഷനുകളിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങളോട് ആഡ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ച് സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ഉണ്ടാക്കി. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ് ഉണ്ടാക്കി. ഇതേപോലെ തന്നെ ഞാൻ പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. എന്താ? പൊട്ടാസ്യം ബൈകാർബണേറ്റ്, അതായത് KHCO3 പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, KHCO3 ഉണ്ടാക്കണം. KHCO3 ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ NaCl പകരം നിങ്ങൾ എന്ത് ഉപയോഗിക്കും? KCl ഉപയോഗിക്കും. ഓക്കെ, അങ്ങനെ KCl ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KHCO3 കിട്ടും. ശരിയാണ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ആ പൊട്ടാസ്യം ബൈകാർബണേറ്റിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും പൊട്ടാസ്യം കാർബണേറ്റ് K2CO3 നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവിടെ ഫോം ചെയ്യുന്ന പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ഹൈലി വാട്ടർ സോലുബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫോം ചെയ്യുമ്പോൾ ഉടനെ തന്നെ അത് സോലുബിൾ ആയിട്ടായിരിക്കും ഫോം ചെയ്യുക. എന്നാൽ ഇവിടെ സോഡിയം ബൈകാർബണേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഇവനൊരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ആ ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റിനെ പിന്നീട് ഹീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വാട്ടറിനെ റിമൂവ് ചെയ്ത് എന്താക്കി മാറ്റിയാൽ മതി? സോഡിയം കാർബണേറ്റ് ആക്കി മാറ്റിയാൽ മതി. അതേപോലെ നമുക്ക് ഏത് നടക്കില്ല? പൊട്ടാസ്യം കാർബണേറ്റിൻ്റെ കേസിൽ നടക്കില്ല. കാരണം ഇവിടെ KCl ആഡ് ചെയ്ത് ഫോം ചെയ്യുന്ന പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഇറ്റ് ഈസ് ഹൈലി വാട്ടർ സോലുബിൾ. അത് വാട്ടർ സോലുബിൾ ആയി കിടക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് ആരെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റില്ല? പൊട്ടാസ്യം കാർബണേറ്റിനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് NaCl പകരം KCl വെച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രോസസ്സ് നമുക്ക് പോസിബിൾ അല്ല. ഇതാണ് നമ്മൾ ആദ്യം ഓർത്ത് വെക്കേണ്ട പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ റിയാക്ഷനിൽ ബൈ പ്രൊഡക്റ്റായിട്ട് ഫോം ചെയ്യുന്ന ആളാണ് NH4Cl, അമോണിയം ക്ലോറൈഡ്. ഓക്കെ, ഈ ഫോം ചെയ്യുന്ന അമോണിയം ക്ലോറൈഡിനെ നമുക്ക് വെറുതെ ഈ റിയാക്ഷൻ കഴിയുമ്പോൾ ഇവിടെ നമുക്കിത് കളയേണ്ട ആവശ്യമില്ല. ഇതിനെ നമുക്ക് വീണ്ടും യൂസ്ഫുൾ ആക്കി മാറ്റാം. ഇവിടെ ഫോം ചെയ്യുന്ന അമോണിയം ക്ലോറൈഡിനെ വീണ്ടും എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കി മാറ്റാം അതാണ് പറയുന്നത്. അതായത് ഈ ഫോം ചെയ്യുന്ന അമോണിയം ക്ലോറൈഡ് NH4Cl അതിലേക്ക് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക, സ്ലൈക്കഡ് ലൈം ആഡ് ചെയ്യുക. അങ്ങനെ സ്ലൈക്കഡ് ലൈം ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് NH3 ഫോം ചെയ്യും. ഓക്കെ, NH3 2NH4Cl ബാലൻസ് ചെയ്യുമ്പോൾ 2NH4Cl പ്ലസ് CaOH ട്വൈസ് ഗീവ്സ് NH3 പ്ലസ് CaCl2 കാൽഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യും പ്ലസ് H2O. ഓക്കെ, പ്ലസ് H2O. ഇങ്ങനെയായിരിക്കും റിയാക്ഷൻ വരിക. ഓക്കെ, അപ്പോൾ 2NH3 പ്ലസ് CaCl2 പ്ലസ് 2H2O എന്ന് റിയാക്ഷൻ വരും. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്തു?
NH3 ഫോം ചെയ്തു. ഓക്കെ, ഇങ്ങനെ അമോണിയ ഫോം ചെയ്ത് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം ചെയ്യുന്ന അമോണിയ ഉപയോഗിച്ച് റിയാക്ഷൻ വീണ്ടും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ റിയാക്ഷൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് അമോണിയയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ അവസാനം ഫോം ചെയ്യുന്ന അമോണിയം ക്ലോറൈഡ് എടുത്ത് ആ അമോണിയം ക്ലോറൈഡിനെ അവിടെ ഫോം ചെയ്യുന്ന അമോണിയം ക്ലോറൈഡ്, ഇവിടെ അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യാണ്. ഈ ഫോം ചെയ്യുന്ന അമോണിയം ക്ലോറൈഡിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വീണ്ടും തിരിച്ച് അമോണിയാക്കി മാറ്റാം. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? അമോണിയം ക്ലോറൈഡിലേക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. അങ്ങനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്തു? NH3 ഫോം ചെയ്തു. ആ NH3 ഉപയോഗിച്ച് വീണ്ടും റിയാക്ഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സൈക്ലിക് പ്രോസസ്സ് പോലെ നമുക്കിത് തുറന്നുകൊണ്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ വേസ്റ്റ് ആയി പോവില്ല. ഈ 2 പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം, എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത്. ഇതാണ് നമ്മുടെ സോഡിയം കാർബണേറ്റിൻ്റെ Na2CO3യുടെ പ്രിപ്പറേഷൻ മെത്തേഡിലത്തെ ഒന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ്. അപ്പോൾ നമ്മളിവിടെ സോഡിയം ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് കണ്ടു. അതിനെ വിളിച്ച പേരെന്താ? നമ്മൾ വിളിച്ച പേര് സോൾവേ പ്രോസസ്സ് അല്ലെങ്കിൽ അമോണിയ സോഡ പ്രോസസ് എന്നാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു ഇവിടെ സോഡിയം ക്ലോറൈഡ് അല്ല സോഡിയം കാർബണേറ്റിൻ്റെ ഫോർമുല Na2CO3.10H2O എന്നാണ് വരുന്നത്. ഓക്കെ, ഡെക്കാ ഹൈഡ്രേറ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഡെക്കാ ഹൈഡ്രേറ്റ് എടുത്തിട്ട് ഡെക്കാ ഹൈഡ്രേറ്റിനെ നിങ്ങൾ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഏകദേശം ഒരു 375 കെൽവിനിൽ നിങ്ങൾ ഹീറ്റ് ചെയ്യാണ്. Na2CO3.10H2O ഇവനെ നിങ്ങൾ ഏകദേശം 375 കെൽവിനിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് Na2CO3.H2O പ്ലസ് 9H2O. ഓക്കെ, ഇവിടെ ബാക്കി 9 വാട്ടർ മോളിക്യൂളിനെ അവിടെ ഹൈഡ്രേറ്റ് ചെയ്ത് പോയി. അതിനുശേഷം ഈ ഫോം ചെയ്യുന്ന Na2CO3.H2O വീണ്ടും നിങ്ങൾ ഹീറ്റ് ചെയ്യാണ് എബൌട്ട് 375 കെൽവിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് സോഡിയം കാർബണേറ്റ് അൺഹൈഡ്രസ് ആയിട്ടുള്ളത് കിട്ടും. അൺഹൈഡ്രസ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റ് കിട്ടും. ഈ അൺഹൈഡ്രസ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡ ആഷ്. ഓക്കെ, അൺഹൈഡ്രസ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റിനെ വിളിക്കുന്ന പേരാണ് സോഡ ആഷ്. ഓക്കെ, Na2CO3 അൺഹൈഡ്രസ് ആയിരിക്കുമ്പോൾ അവനെ നമ്മൾ വിളിക്കുന്ന പേര് സോഡ ആഷ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് എഫ്ലോറസെൻസ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, എഫ്ലോറസെൻസ്. ഓക്കെ, അപ്പോൾ എഫ്ലോറസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷനെ ഹീറ്റ് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എഫ്ലോറസെൻസ്. അതായത് ഇവിടെ 10 വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് റിമൂവ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോവുകയാണ് വാട്ടർ മോളിക്യൂൾസ്. അങ്ങനെ വാട്ടർ മോളിക്യൂൾസ് പോകുന്ന ഈ ഒരു ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേര് എഫ്ലോറസെൻസ് എന്നാണ് വിളിക്കുക. എഫ്ലോറസെൻസ് ആ ടൈം ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക, എഫ്ലോറസെൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോസസ്സിലൂടെ നമ്മൾ കണ്ടത് സോഡിയം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് കണ്ടു, എഫ്ലോറസെൻസ് എന്ന് പറയുന്ന പ്രോസസ്സും കണ്ടു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സോഡിയം കാർബണേറ്റിൻ്റെ യൂസസ്. ഓക്കെ, യൂസസ് ഓഫ് Na2CO3. Na2CO3 പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ സോഡിയം കാർബണേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്ലാസ്, ബൊറാക്സ് പോലെയുള്ളതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ദെൻ ലബോറട്ടറി റിയാജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ലബോറട്ടറി റിയാജൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലും നമ്മൾ സോഡിയം കാർബണേറ്റ് ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് സോഡിയം കാർബണേറ്റിൻ്റെ പ്രധാനപ്പെട്ട യൂസസ് വരുന്നത്. ഇനി നമുക്ക് ഈ സോഡിയം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡിൽ ഒരു പ്രിപ്പറേഷൻ മെത്തേഡും കൂടി നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ NCERT പറയുന്ന ഒരു പ്രിപ്പറേഷൻ മെത്തേഡാണ് പറഞ്ഞത്. ആ പ്രിപ്പറേഷൻ മെത്തേഡിനെയാണ് സോൾവേ പ്രോസസ്സ് എന്നറിയപ്പെടുന്നത്. ഇതുകൂടാതെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് കൂടി നോക്കുകയാണ്. ആ പ്രോസസ്സിനെ നമ്മൾ അറിയപ്പെടുന്ന പേര് ലേ ബ്ലാങ്ക് പ്രോസസ്സ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, ലേ ബ്ലാങ്ക് പ്രോസസ്സ്. ഈ ലേ ബ്ലാങ്ക് പ്രോസസ്സ് വഴി എങ്ങനെയാണ് സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിനുവേണ്ടി നിങ്ങൾ ആദ്യം സോഡിയം ക്ലോറൈഡ് NaCl എടുത്തു. NaCl നിങ്ങൾ കോൺസെൻട്രേറ്റഡ് H2SO4 റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് Na2SO4 ആയിരിക്കും. സോഡിയം സൾഫേറ്റ് പ്ലസ് HCl എന്നായിരിക്കും. ഓക്കെ, 2HCl 2NaCl പ്ലസ് H2SO4 ഗീവ്സ് Na2SO4 പ്ലസ് 2HCl. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ സോഡിയം സൾഫേറ്റ് ഉണ്ടല്ലോ, ഈ സോഡിയം സൾഫേറ്റിനെ നിങ്ങൾ വീണ്ടും എന്തുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക? സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു റിയാക്ഷനിൽ ചെറിയൊരു വ്യത്യാസം വരുത്താം. അതായത് ഇങ്ങനെ എഴുതാം, കുറച്ചും കൂടി എളുപ്പം. ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ
നമ്മൾ NaCl H2SO4 റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം H2SO4 റിയാക്ട് ചെയ്ത് അവിടെ NaHSO4 ഫോം ചെയ്യും. സോഡിയം ബൈസൾഫേറ്റ് പ്ലസ് HCl, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. ആ സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്ന സോഡിയം ബൈസൾഫേറ്റ് NaHSO4 ഫോം ചെയ്തു. ഈ ഫോം ചെയ്യുന്ന NaHSO4നെ പിന്നീട് NaCl വീണ്ടും റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തു. അങ്ങനെ സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ Na2SO4 പ്ലസ് HCl ഫോം ചെയ്തു. കണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് സ്റ്റെപ്പുകളിൽ എഴുതാം. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ NaCl പ്ലസ് H2SO4 ഗീവ്സ് Na2SO4 സോഡിയം സൾഫേറ്റ്. എനിവേ നമുക്ക് സോഡിയം സൾഫേറ്റ് ഫോം ചെയ്തു. ഈ ഫോം ചെയ്യുന്ന സോഡിയം സൾഫേറ്റിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് കേട്ടോ, സോൾട്ട് കേക്ക് എന്നാണ് അറിയപ്പെടുക. സോൾട്ട് കേക്ക് എന്നറിയപ്പെടുന്നത് സോഡിയം സൾഫേറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ഫോം ചെയ്യുന്ന സോഡിയം സൾഫേറ്റിനെ Na2SO4നെ നിങ്ങൾ കാർബണുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഇവൻ കാർബണുമായിട്ട് റിയാക്ട് ചെയ്തു. അങ്ങനെ സോഡിയം സൾഫേറ്റ് കാർബണുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്നത് Na2S ആയിരിക്കും. സോഡിയം സൾഫൈഡ് ഫോം ചെയ്യും, പ്ലസ് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യും, സോഡിയം സൾഫൈഡ്. ഈ ഫോം ചെയ്യുന്ന സോഡിയം സൾഫൈഡിനെ Na2Sനെ നിങ്ങൾ കാൽഷ്യം കാർബണേറ്റുമായിട്ട് CaCO3 കാൽഷ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് Na2CO3 പ്ലസ് CaS കാൽഷ്യം സൾഫൈഡ്. ഓക്കെ, Na2CO3 ഫോം ചെയ്തു, സോഡിയം കാർബണേറ്റ്. അപ്പോൾ ഈ സോഡിയം കാർബണേറ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേ ബ്ലാങ്ക് പ്രോസസ്സ്. ഓക്കെ, ലേ ബ്ലാങ്ക് പ്രോസസ്സ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുക, ലേ ബ്ലാങ്ക് പ്രോസസ്സ്. അപ്പോൾ ലേ ബ്ലാങ്ക് പ്രോസസ്സിൽ ആദ്യം ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡിനെ H2SO4 റിയാക്ട് ചെയ്ത് NaHSO4 ആയി മാറി. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് എഴുതി ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ അതെന്തായിട്ട് മാറി? Na2SO4 ആയി മാറി. ഏത് രീതിയിൽ വേണമെങ്കിലും റിയാക്ഷൻ നടത്താം. ആദ്യം ഫോം ചെയ്യുന്ന NaHSO4നെ പിന്നീട് വീണ്ടും NaCl റിയാക്ട് ചെയ്യിപ്പിച്ച് അവിടെ Na2SO4 പ്ലസ് HCl ആക്കി മാറ്റാം. എങ്ങനെ റിയാക്ഷൻ നടത്തിയാലും കുഴപ്പമില്ല. അവിടെ ഫോം ചെയ്യുന്ന Na2SO4നെ നമ്മൾ വിളിക്കുന്ന പേര് സോൾട്ട് കേക്ക് എന്നാണ്. Na2SO4 കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം സൾഫൈഡ്, ദെൻ സോഡിയം സൾഫൈഡ് കാൽഷ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് വരുന്നത്, സോഡിയം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് വരുന്നത്. ഇനി നോക്കൂ, ഈ സോഡിയം കാർബണേറ്റിൻ്റെ ഒരു പ്രത്യേകത Na2CO3 എന്ന് പറയുന്നത് ഇതൊരു സാൾട്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഈ സോൾട്ടിൻ്റെ പ്രത്യേകത ഇതിനൊരു ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും. കാരണം ഇത് ഫോം ചെയ്യുന്നത് ഒരു ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ്. NaOH എന്ന് പറയുന്ന ബേസും അതേപോലെ തന്നെ H2CO3 കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവിടുത്തെ ഈ ബേസ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസും അതേപോലെ തന്നെ ആസിഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡാണ്. സ്ട്രോങ് ബേസും വീക്ക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന സോൾട്ടുകൾക്ക് എന്ത് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക? ബേസിക് നേച്ചർ അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇത് ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും ഇവന് വരുന്നത്, പ്ലസ് H2O. ഇങ്ങനെയാണ് റിയാക്ഷൻ വരിക. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന Na2CO3ക്ക് എന്ത് നേച്ചർ ഉണ്ടായിരിക്കും? ഒരു ആൽക്കലൈൻ നേച്ചർ ഉണ്ടായിരിക്കും, ആൽക്കലൈൻ നേച്ചർ. ഓക്കെ, ഇനി നമുക്ക് ഇതിലത്തെ അവസാനത്തെ കോമ്പൗണ്ടിലേക്ക് വരാം. അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല. സോഡിയം ബൈകാർബണേറ്റ് NaHCO3, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഓർ സോഡിയം ബൈകാർബണേറ്റ്. ഈ സോഡിയം ബൈകാർബണേറ്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? സോഡിയം കാർബണേറ്റ് പ്ലസ് H2O ഇതിൻ്റെ എക്വ സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ മതി. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ NaHCO3 സോഡിയം ബൈകാർബണേറ്റ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സോൾവേ പ്രോസസ്സിലത്തെ ഒരു സ്റ്റെപ്പിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ടായിരുന്നു? സോഡിയം ബൈകാർബണേറ്റ് ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏത് വഴിക്ക് ചെയ്താലും സോഡിയം ബൈകാർബണേറ്റ് കിട്ടും. ഈ കോമ്പൗണ്ട് സോഡിയം ബൈകാർബണേറ്റ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഓക്കെ, ബേക്കിംഗ് സോഡ എന്നാണ് അറിയപ്പെടുന്നത്, ബേക്കിംഗ് സോഡ. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത്, ഇത് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഓക്കെ, ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നു. കാരണം ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, ഓക്കെ, NaHCO3യിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് തീ കെടുത്താനായിട്ട് സഹായിക്കുന്നത് കൊണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വളരെ ചെറിയ പോയിന്റ്സ് മാത്രമേ സോഡിയം ബൈകാർബണേറ്റിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ സോഡിയം ബൈകാർബണേറ്റിൻ്റെ പ്രത്യേകത അത് പ്രിപ്പയർ ചെയ്യുന്നത് സോഡിയം കാർബണേറ്റിൽ നിന്ന് തന്നെയാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത് സോഡിയത്തിൻ്റെ കോമ്പൗണ്ടുകളാണ്. സോഡിയത്തിൻ്റെ കോമ്പൗണ്ടുകളിൽ നമ്മൾ സോഡിയത്തിൻ്റെ ക്ലോറൈഡ് കണ്ടു, അതേപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് കോസ്റ്റിക് സോഡ കണ്ടു, അതേപോലെ തന്നെ സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡ. ഓക്കെ, നമ്മളിനി അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സ് ആയിരിക്കും. ഇന്ന് ആൽക്കലി മെറ്റൽസിൻ്റെ കോമ്പൗണ്ടുകളാണ് നോക്കിയേ. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സ് ആയിരിക്കും നോക്കുക. കോമ്പൗണ്ടുകൾ ഒരുപാടുണ്ട്, ഇനിയും നിരവധി കോമ്പൗണ്ടുകളുണ്ട്. സോഡിയത്തിൻ്റെ കോമ്പൗണ്ട് ഫോർ എക്സാമ്പിൾ വേറെ ഒരെണ്ണം പറയുകയാണെങ്കിൽ സോഡിയം പെറോക്സൈഡ്, ഓക്കെ, Na2O2 സോഡിയം പെറോക്സൈഡ്. ഈ സോഡിയം പെറോക്സൈഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റാൻസ് ആണ് സോഡിയം പെറോക്സൈഡ്. ഇതിലത്തെ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1, ഓക്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കും വരിക. ഓക്കെ, സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1ഉം ഓക്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കും. ഓക്സിജൻ പെറോക്സൈഡ് ലിങ്കേജിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇങ്ങനെ തുടങ്ങി സോഡിയത്തിൻ്റെ ഒരുപാട് കോമ്പൗണ്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി നമ്മൾ വിട്ടുപോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോഡിയത്തിൻ്റെ കോമ്പൗണ്ടുകളൊക്കെ പറഞ്ഞിട്ട് പൊട്ടാസ്യത്തിൻ്റെ കോമ്പൗണ്ട് മാത്രം പറയാണ്ട് പോയി കഴിഞ്ഞാൽ മോശമാവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ കോമ്പൗണ്ട് രണ്ടെണ്ണം നോക്കിയിട്ട് നമുക്ക് അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. ഓക്കെ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നോർമലി നിങ്ങൾക്കറിയാം പൊട്ടാഷ് എന്നാണ് അറിയപ്പെടാറുള്ളത്. KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. ഈ KOHൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ NaOHൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് നടത്തിയ അതേ പാറ്റേണിൽ തന്നെയാണ്. ഓക്കെ, അതായത് NaOHൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് നടത്താൻ നമ്മൾ എന്താ ചെയ്തത്, NaClൻ്റെ സൊല്യൂഷൻ എടുത്തു. NaClൻ്റെ എക്കോ സൊല്യൂഷൻ എടുത്തിട്ട് അതിനെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് നിർമ്മിച്ചത്, സോഡിയം ഹൈഡ്രോക്സൈഡ് നിർമ്മിച്ചത്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ എക്കോ സൊല്യൂഷൻ എടുത്ത് അതിനെ ഇലക്ട്രോളിസിസ് നടത്തണം. പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ എക്കോ സൊല്യൂഷൻ എടുത്ത് ഇലക്ട്രോളിസിസ് നടത്തണം. ഈ പൊട്ടാസ്യം ക്ലോറൈഡിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് സിൽവൈൻ എന്നാണ് വിളിക്കുക. പൊട്ടാസ്യം ക്ലോറൈഡിനെ സിൽവൈൻ എന്ന് വിളിക്കും. അപ്പോൾ സിൽവൈൻ്റെ അക്വ സൊല്യൂഷൻ എടുത്ത് അതിന് ഇലക്ട്രോളിസിസ് നടത്തുകയാണ്. അപ്പോൾ റിയാക്ഷൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വരും. ഇവിടെ വരുന്ന സമയത്ത് 2 അയോണുകളാണ് പ്രസൻ്റ് ആയിരിക്കുക, K+Cl-. പിന്നെ എക്കോ സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ H+ഉം OH-ഉം. ഇങ്ങനെ 4 അയോണുകളാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനോഡിലെത്തിയും കാഥോഡിലെത്തിയും റിയാക്ഷൻ നോക്കണം. ആനോഡിലേക്ക് വരുന്നത്, ആനോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്ലി ചാർജാണ്. പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് വരുന്നത് ഏത് അയോണായിരിക്കും, ഇതിലത്തെ നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള അയോണുകളായിരിക്കും. അപ്പോൾ Cl- അയോണുകളായിരിക്കും ഏതിലേക്ക് വരുന്നത്, ആനോഡിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് Cl- ഗീവ്സ് ½ Cl2 + 1 ഇലക്ട്രോൺ എന്ന് നമുക്ക് റിയാക്ഷൻ എഴുതാം. അപ്പോൾ ആനോഡിൽ വെച്ച് ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. ഇനി കാഥോഡിലേക്ക് വരുന്ന അയോൺ ഏതായിരിക്കും, കാഥോഡിലേക്ക് വരുന്ന അയോൺ H+ അയോൺ ആയിരിക്കും. അതായത് K+ഉം H+ഉം കമ്പയർ ചെയ്യുമ്പോൾ H+നായിരിക്കും റെഡ്യൂസ് ചെയ്യാൻ കൂടുതൽ ടെൻഡൻസി. അപ്പോൾ അതുകൊണ്ട് അവിടെ H+ അയോണുകൾ വരും. അപ്പോൾ H+ + 1 ഇലക്ട്രോൺ ഗീവ്സ് ½ H2 എന്ന് റിഡക്ഷൻ നടക്കുന്നു. അപ്പോൾ അങ്ങനെ കാഥോഡിൽ നിന്ന് നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള കാഥോഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസും പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ആനോഡിൽ നിന്ന് ക്ലോറിൻ ഗ്യാസും ലിബറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ഗ്യാസുകൾ അവിടെ നിന്ന് ലിബറേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കി ഫോം ചെയ്യുന്നത് എന്തായിരിക്കും, ഇവിടെ ബാക്കി വരുന്നത് ഇവിടെ K+ ഉണ്ട്, OH- ഉണ്ട്. സോ എന്ത് ഫോം ചെയ്യുന്നു, KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് വരുന്നത്. ഓക്കെ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഇനി നോക്കുക, ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ റിയാക്ഷൻസ് നോക്കുമ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന് വളരെ എളുപ്പത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും വരിക, KHCO3 ഫോം ചെയ്യും, പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഫർദർ ആയിട്ട് വീണ്ടും ആരുമായിട്ട് റിയാക്ട് ചെയ്യും, KOH-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്തായിട്ട് മാറും, K2CO3 + H2O എന്നായിട്ട് മാറും. അപ്പോൾ പൊട്ടാസ്യം എപ്പോഴും പൊട്ടാസ്യം കാർബണേറ്റ് ആയിട്ട് മാറുന്നു. അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആദ്യം കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്ത് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ആവും. ദെൻ ഈ ബൈകാർബണേറ്റ് KOH-ഉമായിട്ട് റിയാക്ട് ചെയ്ത് വീണ്ടും എന്തായിട്ട് മാറുക ചെയ്യുന്നത്, പൊട്ടാസ്യം കാർബണേറ്റ് + വാട്ടർ എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൊട്ടാഷിൻ്റെ റിയാക്ഷൻ വരുന്നത്, KOH വരുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാം പൊട്ടാസ്യം കാർബണേറ്റ് K2CO3. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മളിവിടെ നിർത്തിയേക്കുന്നത് K2CO3 ആണ്. എങ്ങനെയാണ് K2CO3യുടെ പ്രിപ്പറേഷൻ മെത്തേഡ് വരുന്നത്? ഓക്കെ, K2CO3 പൊട്ടാസ്യം കാർബണേറ്റ്, ഓക്കെ. ഈ പൊട്ടാസ്യം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏത് മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്? സോഡിയം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, സോൾവേ പ്രോസസ്സ് അല്ല, ലേബ്ലാങ്ക് പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോൾവേ പ്രോസസ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ലേബ്ലാങ്ക് പ്രോസസ്സ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഏതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ചെയ്യുന്നത്? ഈ പൊട്ടാസ്യം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ലേബ്ലാങ്ക് പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്തായിരുന്നു ചെയ്തത്? ഫസ്റ്റ് നമ്മൾ എടുത്തത് NaCl, ഓക്കെ, സോഡിയം ക്ലോറൈഡ് എടുത്തു. ഓക്കെ, ഈ സോഡിയം ക്ലോറൈഡ് എടുത്തിട്ട് അവിടെ നമ്മൾ H2SO4 റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അതിന് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ NaCl പകരമായിട്ട് ഇവിടെ നമ്മൾ KCl എടുത്ത് റിയാക്ഷൻ നടത്തണം. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് H2SO4 റിയാക്ട് ചെയ്ത് ആദ്യം എന്തായിട്ട് മാറും? ഇവിടെ K2SO4 ഫോം ചെയ്യും. K2SO4, ഓക്കെ, K2SO4 പ്ലസ് HCl എന്ന റിയാക്ഷൻ വരും. അപ്പോൾ 2KCl പ്ലസ് H2SO4 ഗീവ്സ് K2SO4 പ്ലസ് 2HCl എന്ന റിയാക്ഷൻ വന്നു. അപ്പോൾ അങ്ങനെ ആദ്യം പൊട്ടാസ്യം സൾഫേറ്റ് ഫോം ചെയ്തു. പൊട്ടാസ്യം സൾഫേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം ചെയ്യുന്ന പൊട്ടാസ്യം സൾഫേറ്റിനെ പിന്നീട് നിങ്ങൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു? കാർബണുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ കാർബണായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവിടെ പൊട്ടാസ്യം സൾഫൈഡ് K2S ഫോം ചെയ്യും പ്ലസ് 4CO കാർബൺ മോണോക്സൈഡ്. ഇങ്ങനെ ഫോം ചെയ്യുന്ന പൊട്ടാസ്യം സൾഫൈഡിനെ K2Sനെ നിങ്ങൾ കാൽഷ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാൽഷ്യം കാർബണേറ്റ് നമ്മൾ വിളിക്കുന്ന പേര് ലൈംസ്റ്റോൺ എന്നാണ് വിളിക്കുക. കാൽഷ്യം കാർബണേറ്റ് ഈസ് നോൺ ആസ് ലൈംസ്റ്റോൺ. ഓക്കെ, ലൈംസ്റ്റോണുമായിട്ട് ഇവൻ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്നത് K2CO3 പൊട്ടാസ്യം കാർബണേറ്റ് പ്ലസ് കാൽഷ്യം സൾഫൈഡ്. ഇങ്ങനെയാണ് പൊട്ടാസ്യം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് സോൾവേ പ്രോസസ്സ് അനുസരിച്ച് നമുക്കത് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോൾവേ പ്രോസസ്സിൽ എന്താ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് വാട്ടർ സോലുബിൾ ആണ്. ഓക്കെ, അപ്പോൾ വാട്ടർ സോലുബിൾ ആയതുകൊണ്ട് അത് ഫോം ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഏതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡും കഴിഞ്ഞു, പൊട്ടാസ്യം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡും കഴിഞ്ഞു. ഓക്കെ.